എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൗർണമി ദിവസമാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ഞാനും അമ്മയും ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മുനീശ്വരന്റെ അമ്പലത്തിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന കൈവാരത്താത്തിന്റെ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയായിരുന്നു. അവിടെ ഇന്ന് സത്യനാരായണ പൂജയും എല്ലാ തരത്തിലുള്ള ഈ ദിവസത്തിന് വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് യുവതികളായവർക്കൊക്കെ വള തരും. അവിടെ നിന്ന് കിട്ടിയ വളയാണ്. സോ ഇന്ന് ഗുരുപൗർണമി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുക്കളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുന്നത് ഏറ്റവും നല്ല ഒരു കർമ്മം തന്നെയാണ്. സോ നമ്മുടെ ഗുരുക്കൾക്ക് നമ്മൾ ദക്ഷിണയായിട്ട് വെറ്റിലയോ കാശോ അവരുടെ കാലെ വീണ് തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കുന്നത് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ്. നല്ല കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അവരുടെ അനുഗ്രഹം മേടിക്കാൻ നോക്കുക. അല്ല നിങ്ങൾക്ക് അവരെ പോയി കാണാൻ പറ്റുന്നില്ല, ഭയങ്കര ലോങ് ഡിസ്റ്റൻസിലാണ് നമ്മൾ താമസിക്കുന്നത്, അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കോളൊക്കെ ചെയ്തിട്ട് അവരുടെ അനുഗ്രഹം മേടിക്കാൻ ശ്രമിക്കുക. മുടങ്ങാതെ സന്ധ്യാസമയത്ത് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഭഗവാന്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ച് കൊളുത്തി കൈ കൂപ്പി പ്രാർത്ഥിക്കുക. ഗുരുപൗർണമി ദിവസം ഗുരുക്കളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുന്നതിൻ്റെ അതേ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടെയാണ് നമ്മുടെ ഫുൾ മൂൺ ഡേ ആയ ഇന്ന് ചന്ദ്രദേവന് പൂജിക്കുന്നത്. സോ ഇന്ന് ചന്ദ്രദേവന് പൂജിക്കുന്നത് നമുക്ക് ഐശ്വര്യം, സമാധാനം, സന്തോഷം, സമ്പത്തും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. ചന്ദ്രദേവനെ അടുത്ത് പോകുമ്പോൾ വെറും കൈയോടെ നമ്മൾ പോകരുത്. ചന്ദ്രദേവനെ ഒന്ന് സുഖിപ്പിക്കുക, ഒന്ന് സന്തോഷിപ്പിക്കുക. സോ അതിനായിട്ട് നമ്മൾ ഒരു തട്ടത്തിൽ പൂവും പഴവും അരിയും പിന്നെ മഞ്ഞൾ കട്ടിയും പിന്നെ 5 രൂപയുടെ തുട്ട് നാണയും പിന്നെ വെള്ളവും ചന്ദനത്തിനെയും ഇത്രയും സാധനങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ച് കളക്ട് ചെയ്ത് ഒരു തട്ടത്തിൽ വെച്ചിട്ട് ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെള്ളം കൊടുത്തിട്ട് ചന്ദനത്തിരി ഒഴിഞ്ഞിട്ട് പൂവ് ഇട്ടിട്ട് അക്ഷതയിട്ടിട്ട് ബാക്കി നമ്മൾ ഇങ്ങനെ ഭഗവാന് ആരതി ഒഴിയുന്ന പോലെ ഒഴിഞ്ഞ് നമസ്കരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ആ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ചന്ദ്രദേവനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നടത്തി തരണേ ഭഗവാനെ. അമ്മമാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിൽ ഭഗവാന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഇന്ന ആൾക്കാരെന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. സോ എല്ലാവർക്കും നല്ലതും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.